വെൽക്കം ടു മൈ ചാനൽ ദ ലേഡി പ്രോഫറ്റ്. ഇന്നത്തെ റീഡിംഗ് നിങ്ങൾക്കുള്ള ഏഞ്ചൽ മെസ്സേജസ് ആണ്. ഏഞ്ചൽസിന് നിങ്ങളോട് എന്താണ് പറയാനുള്ളത്, അവർക്ക് നിങ്ങൾക്ക് തരാനുള്ള ഗൈഡൻസ് എന്താണ്, ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതൊക്കെയാണ് റീഡിംഗ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. എപ്പോഴാണോ കാണുന്നത് അപ്പോൾ മുതൽ വാലിഡ് ആയിരിക്കും. കാർഡ്സ് നോക്കാം. Page of Cups, Ace of Cups, Ten of Wands, Six of Swords, Five of Cups, Knight of Wands, Seven of Wands, Queen of Swords, High Priestess, Ten of Swords. ബോട്ടം ഓഫ് ദ ഡെക്ക് സെവൻ ഓഫ് പെൻറ്റക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. മ്യൂസിക്, മാജിക്കൽ ഗേറ്റ്വേ, കം ടുഗെദർ, ലോസ്റ്റ് ആൻഡ് ഫൗണ്ട്. ഒരു കാർഡ് കൂടി എടുക്കാം. ലൈഫ് എനർജി. ബോട്ടം ഓഫ് ദ ഡെക്ക് ടെംപ്റ്റേഷൻ ആണ് വന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രലോഭനങ്ങൾ ഉണ്ടാവാം. അതായത് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഒരു ടെൻഡൻസി തോന്നുന്നുണ്ടാവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യം നിങ്ങളെ വല്ലാതെ പ്രലോഭിപ്പിക്കുന്നുണ്ടാവാം എന്നുള്ളത് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അത് ഇപ്പം നിങ്ങൾക്ക് താൽക്കാലികമായിട്ടുണ്ടാവുന്ന എന്തെങ്കിലും മാത്രമേ അതിൽ നിന്ന് കിട്ടാനുള്ളൂ. അതല്ലാതെ പെർമനൻ്റ് ആയിട്ടുള്ള ഒന്നും കിട്ടാനില്ല. മാത്രമല്ല അത് വരുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ റോങ് ആയിട്ടുള്ള കാര്യമാണ്, റൈറ്റ് ആയിട്ടുള്ള കാര്യമല്ല. അപ്പോൾ ആ ഒരു കാര്യത്തിലോട്ടേക്ക് നിങ്ങൾക്ക് പോകുമ്പോൾ അത് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഓവർ ബേർഡൻ ആയിട്ട് തോന്നും. ഈ സമയത്ത് നിങ്ങൾക്ക് അതിലെന്തെങ്കിലും ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള എന്തെങ്കിലും നിങ്ങൾക്ക് അതിൽ നിന്ന് കാണുന്നുണ്ടാവാം. അപ്പോൾ അതുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് അതിലോട്ട് ഒരു പ്രലോഭനം വരുന്നത്. അത് എന്ത് തന്നെയായാലും, ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാനുള്ള ടെൻഡൻസി ആണെങ്കിലോ, അല്ലെങ്കിൽ മറ്റെന്തിലൂടെങ്കിലും പോകാൻ ഉള്ളൊരു ടെൻഡൻസി ആണെങ്കിലോ, അതല്ലെങ്കിൽ എനിക്കത് വേണം എന്ന് തോന്നുന്ന ഒരിതാണെങ്കിലോ, അത് എന്തും പ്രലോഭനങ്ങളിൽ വരാം. അപ്പോൾ എന്തോ ഒരു കാര്യം ഈ സമയം നിങ്ങളെ വല്ലാതെ പ്രലോഭിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, അത് നിങ്ങൾക്ക് വേണ്ടാത്ത ഒന്നാണ്. അതായത് അത് നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ളതല്ല. അതിലോട്ട് നിങ്ങൾ പോയി കഴിയുമ്പോൾ അത് നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ തന്നെ നല്ല ബേർഡൻ ആയിരിക്കും. പിന്നെ നിങ്ങൾക്ക് അത് തലേന്ന് ഒഴിവാക്കാനും പറ്റില്ല. അത് അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്കത് ഒരു നിലനിർത്താൻ വേണ്ടി കുറച്ച് കഷ്ടപ്പെടേണ്ടി വരുന്നതാണ് കാണിക്കുന്നത്. അതിപ്പം നിങ്ങൾ ലൈഫിലോട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞാലും പിന്നീട് അത് നിങ്ങൾക്ക് നിലനിർത്താൻ പറ്റില്ല. അത് റോങ് ആയിട്ടുള്ള കാര്യം ആയതുകൊണ്ട് നിലനിർത്താൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അത് മേ ബി വ്യക്തികളായിരിക്കാം, അതല്ലെങ്കിൽ എന്തെങ്കിലും വസ്തുക്കളായിരിക്കാം. എന്തോ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് വേണം എന്നുള്ളൊരു ടെൻഡൻസി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, അത് നിങ്ങളുടെ ലൈഫിലോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കത് നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റില്ല. അത് ടെമ്പററി ആയിട്ടുള്ള ഒന്ന് മാത്രമാണ്, പെർമനൻ്റ് അല്ല. അത് നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള കാര്യമാണെങ്കിലാണ് അത് നിങ്ങൾക്ക് ഈസി ആയിട്ട് ലൈഫ് ലോങ് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും. അത് റൈറ്റായ കാര്യം ലൈഫ് ലോങ് ഉണ്ടാവണമെന്നില്ല. എല്ലാറ്റിനും ഒരു ടൈം പീരീഡ് ഉണ്ട്. ആ ഒരു ടൈം പീരീഡ് കഴിയുമ്പോൾ അതങ്ങ് കഴിയും. ബട്ട് ഇത് റൈറ്റ് ആയിട്ടുള്ളതല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ തന്നെ അത് നിലനിർത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ച് കഷ്ടപ്പെടുന്ന ഒരു ഇതാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അത് നിങ്ങളെ വല്ലാതെ ഇമോഷണലി ഹോണ്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ എന്തിനോടാണോ നിങ്ങൾക്കിപ്പോൾ ഇമോഷണലി ഒരു
ഹോണ്ട് ചെയ്യുന്ന ഒരു രീതി വരുന്നത്, അത് നിങ്ങൾ മനസ്സിലാക്കണം. അത് നിങ്ങൾക്ക് റോങ് ആയിട്ടുള്ള കാര്യമാണ്. അത് നിങ്ങൾ ഇപ്പോൾ അതായത് ഈ സമയത്ത് മേ ബി റോങ് ആയിരിക്കാം, സമയം മാറുമ്പോൾ നിങ്ങൾക്ക് നല്ലതായിട്ട് വരാം. ഈ സമയത്ത് നിങ്ങൾക്കത് വേണ്ടാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പം അത് വിട്ടിട്ട് നിങ്ങളുടേതായ കാര്യങ്ങളിൽ ഫോക്കസ് കൊടുക്കണം എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. പേജ് ഓഫ് കപ്സും നൈറ്റ് ഓഫ് കപ്സും കാണിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ എന്തെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഹോബീസോ പാഷനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലോട്ട് പോകാനാണ് പറയുന്നത്. അത് നിങ്ങൾക്ക് നല്ലത് വരുത്തും എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത്. ഈ ഒരു സമയം അതിൽ ഫോക്കസ് ചെയ്യേണ്ട ഒരു സമയമായിട്ടാണ് വരുന്നത്. പക്ഷേ ഫോക്കസ് കംപ്ലീറ്റ് മറ്റ് തെറ്റായ ഒന്നിലോട്ടാണ് ഫോക്കസ് പോകുന്നത്. പിന്നെ ഇവിടെ കുറച്ച് പേര് സ്പിരിച്വൽ പ്രാക്ടീസ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഹൈ പ്രീസ്റ്റസ് കാണിക്കുന്ന അതാണ്. ബട്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു കിങ് ഓഫ് സോഡ്സിൻ്റെ എനർജിയും കൂടി വന്നിട്ടുണ്ട്. അതായത് എന്തോ ഒരു സ്പിരിച്വൽ പ്രാക്ടീസ് അത് തന്നെ വേണമെന്ന് വിചാരിച്ച് നിങ്ങൾ നിൽക്കുന്നുണ്ടാവാം. അപ്പം അത് നിങ്ങൾക്ക് അതും ഒരു റോങ് ആയിട്ടുള്ള കാര്യമായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് ഒരു ബലം പിടുത്തം ഇവിടെ നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളിപ്പോൾ ഫ്രീ ആയിട്ട് പോകേണ്ട ഒരു സമയമായിട്ടാണ് കാണുന്നത്. ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഫ്രീ ആയിട്ട് പോകാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത്. ഹോബി ഇഷ്ടമായിരിക്കാം, പാഷനും ഇഷ്ടമായിരിക്കാം. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ചെയ്യുമ്പോൾ മാത്രമാണ് അവിടെ ഫ്ലോയിൽ നന്നായിട്ട് നമുക്ക് പോകാൻ പറ്റും. ഈ സമയം അങ്ങനെ പോകേണ്ട ഒരു സമയമായിട്ടാണ് കാണിക്കുന്നത്. നിങ്ങളുടെ എടുത്തുചാട്ടോ അല്ലെങ്കിൽ ആഗ്രഹങ്ങൾക്ക് പുറകെയോ അങ്ങനെയൊന്നും പോകണ്ട ഈ കുറച്ച് കാലം. ഈ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് വന്നിട്ടുള്ളത്. സ്പിരിച്വൽ പ്രാക്ടീസ് ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം അവിടെ ബലം പിടുത്തം ഒഴിവാക്കണം എന്നുള്ളതാണ് കാണിക്കുന്നത്. അതിൻ്റെ ഫ്ലോ അനുസരിച്ച് പോവട്ടെ. നിങ്ങൾ പ്രീ പ്ലാൻ ചെയ്ത് ഒന്നും നടപ്പിലാക്കേണ്ട ആവശ്യമൊന്നും ഇവിടെ കാണുന്നില്ല. അത് നിങ്ങളങ്ങനെ ചെയ്തിട്ടാണ് അങ്ങനെ പോകുന്നതെന്നാണ് കാണാൻ പറ്റുന്നത്. അതായത് സ്പിരിച്വൽ ജേണിയിൽ തന്നെ എന്തോ ഒന്നിന് ഇത് തന്നെ വേണം എന്നുള്ള, അല്ലെങ്കിൽ ഈ ഒരു പ്രാക്ടീസ് തന്നെ എനിക്ക് വേണം, അല്ലെങ്കിൽ ഈ ഒരു ഗുരു തന്നെ വേണം എന്നുള്ളൊരു ചിന്തയിൽ കുറേ പേര് പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ബലം പിടുത്താണ്. നിങ്ങളിപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫ്രീ ആയിട്ട് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുന്നതായിരിക്കും ഇവിടെ കൂടുതൽ പേർക്കും നല്ലത്. അതാണ് ഒരു പ്രസൻറ്റിൽ ജീവിക്കുക എന്നുള്ള ഇത് വരുമ്പോൾ നിങ്ങൾക്ക് പലതിൽ നിന്നും നിങ്ങളെ ഡിറ്റാച്ച്ഡ് ആക്കാൻ പറ്റും. ഇവിടെ ഓവറായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് കാണിക്കുന്നുണ്ട്. ഏസ് ഓഫ് കപ്സ്, 5 ഓഫ് കപ്സ് കാണിക്കുന്നത് നിങ്ങൾക്ക് ഉള്ള അറ്റാച്ച്മെൻറ്റ്, നഷ്ടപ്പെട്ട എന്തിലോ ഇപ്പോഴും നിങ്ങൾ മാറിയിട്ടില്ല, അവിടെ ഇപ്പോഴും സ്റ്റക്കാണ്. എവിടെ നിന്നാണോ നഷ്ടപ്പെട്ടത് ആ ഒരു ഇതിൽ ഇപ്പോഴും സ്റ്റക്കായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അത് എന്ത് തന്നെ ആയാലും, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ എന്ത് തന്നെ ആയാലും അവിടെ നിങ്ങൾ ഇന്നും സ്റ്റക്കാണ്. അത് എത്ര വർഷങ്ങളായിട്ടും നിങ്ങൾക്ക് മാറിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങളായിരിക്കും അതിൽ നിങ്ങൾക്ക് മാറാൻ പറ്റുന്നില്ല. ഇപ്പോഴും അതിൽ തന്നെ മെമ്മറീസ് ഉണ്ടാവാം. അങ്ങനെ പല കാര്യങ്ങളും അതിൽ തന്നെ സ്റ്റക്കായിട്ട് നിർത്തിക്കുന്നുണ്ട് നിങ്ങളെ. പക്ഷേ ഇവിടെ ഒന്ന് കാണാൻ പറ്റുന്നുണ്ട്, നിങ്ങൾക്ക് എന്തോ ഒരു കാര്യം, നിങ്ങൾക്ക് വിലപ്പെട്ട എന്തോ ഒരു കാര്യം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് നിങ്ങളുടെ ലൈഫിൻ്റെ തന്നെ ഭാഗമായിട്ടുള്ളത് ഒന്നാണ്. പക്ഷേ ആ നഷ്ടം ഇപ്പോഴും നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുള്ളൊരു കാര്യം ഇവിടെ വന്നിട്ടുണ്ട്. ഇങ്ങനെ 2 നഷ്ടങ്ങളുടെ കാര്യം വന്നിട്ടുണ്ട്. ഒന്ന്, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു തോന്നിയിട്ട് അതിൽ സ്റ്റക്കായി നിൽക്കുന്ന ആൾക്കാരുണ്ട്. രണ്ടാമത് വരുന്നത്, നിങ്ങൾക്ക് എന്തോ വിലപ്പെട്ട കാര്യം നഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ആ നഷ്ടം ഇപ്പോഴും നിങ്ങൾ തിരിച്ചറിഞ്ഞില്ല. അത് എനിക്ക് വേണ്ടതായിരുന്നു, എനിക്കത് നഷ്ടപ്പെട്ടു പോയി എന്നുള്ളൊരു തിരിച്ചറിവ് നിങ്ങൾക്ക് വന്നില്ല. പക്ഷേ ആ നഷ്ടപ്പെട്ടു പോയ കാര്യം കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ കണ്ടെത്തുന്നുള്ളതാണ് കാണിക്കുന്നത്. അതായത് ഞാൻ പറഞ്ഞു, ബലം പിടുത്തം മാറ്റി നിങ്ങൾ ആ ഫ്ലോയിൽ പോകണം എന്നുള്ളത്. ആ സമയത്ത് നിങ്ങൾക്ക് ഈ നഷ്ടപ്പെട്ട കാര്യം നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നതാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇപ്പം നിങ്ങളത് നഷ്ടപ്പെട്ടത് അറിഞ്ഞില്ല, നിങ്ങളുടെ ബോധ മനസ്സ് അത് അറിഞ്ഞില്ല. ബട്ട് സബ് കോൺഷ്യസ്ലി നിങ്ങൾക്ക് അത് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. കോൺഷ്യസ്ലി നിങ്ങൾക്കത് മനസ്സിലാവുന്നില്ല. നിങ്ങൾക്ക് വരുന്ന മിസ്സിങ് ഫീല് അതായിരിക്കാം. ചില കമൻസ് കാണാറുണ്ട് മിസ്സിങ് ഫീൽ ഉണ്ടാവാറുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇത് ബോധ മനസ്സ് തിരിച്ചറിയാത്ത സബ് കോൺഷ്യസ് മൈൻഡിലുള്ള ആ ഒരു മിസ്സിങ് ഫീൽ ആയിരിക്കാം നിങ്ങൾക്ക് വരുന്നത് പുറത്ത്. അത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റാത്തത്, ആ ഒരു കാര്യം നഷ്ടപ്പെട്ടത് നിങ്ങൾ ഇതുവരെയും അറിഞ്ഞില്ല എന്നുള്ളതാണ്. അതിന്നും നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നൊക്കെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടാവാം. അത് എന്ത് തന്നെ ആയാലും അതെന്താണെന്നുള്ളത് ഇവിടെ ക്ലാരിറ്റി ഇല്ല. അത് നിങ്ങളുടെ സാഹചര്യം എന്താണെന്ന് നോക്കി മനസ്സിലാക്കുക. പിന്നെ ഇവിടെ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ മറ്റുള്ളവരുമായിട്ട് കുറച്ച് കൂടി ചേർന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾക്കുണ്ട്. അപ്പോൾ അതിലോട്ട് കണക്റ്റ് ആവാനുണ്ട്. അതിന് നിങ്ങൾക്ക് ഒറ്റപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരോട് സംസാരിക്കുക. അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ഓപ്പണായി വരും എന്നുള്ളത് തന്നെയാണ് കാണിക്കുന്നത്. ഇതെൻ്റെ റീഡിങ്ങിൽ എപ്പോഴും വരാറുള്ളതാണ്. എനിക്ക് തോന്നുന്നു എൻ്റെ വീഡിയോസ് കാണുന്നവർ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരായിരിക്കാം. അവർ മറ്റുള്ളവരുമായിട്ടുള്ള പ്രോപ്പർ കമ്മ്യൂണിക്കേഷനൊന്നും ഉണ്ടാവില്ല, ഇൻട്രാക്ഷനൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ അത് കാണിക്കുന്നുണ്ട്. അതെപ്പോഴും എനിക്ക് വരാറുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം മറ്റുള്ളവരുമായിട്ട് നല്ല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ ചെയ്യുക എന്നുള്ളതാണ്. അവിടെ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ഓപ്പണായി വരാനുണ്ട്. ആ കാര്യങ്ങളൊക്കെ വരണം എന്നുണ്ടെങ്കിൽ ആ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുമ്പോൾ മാത്രമാണ് അത് വരുന്നത്, പുതിയ ഡോർ നിങ്ങൾക്ക് ഓപ്പണായി വരുന്നത്.
വിശ്വാസമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇവിടെ പലർക്കും വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരിത് കാണിക്കുന്നുണ്ട്. മറ്റുള്ളവരെ ആയിരിക്കാം, അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങളിലായിരിക്കാം, അല്ലെങ്കിൽ സ്പിരിച്വൽ ജേണിയിൽ തന്നെ വിശ്വാസം ഇല്ലാത്തവരുണ്ടാവാം. അതായത് പലരും ഇവിടെ അവേക്കണിംഗ് ആയിട്ട് കാണിക്കുന്നുണ്ട്. അതാണ് ഈ ഒരു ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജി ഇവിടെ വന്നിരിക്കുന്നത്. ബട്ട് അതിൽ തന്നെ നിങ്ങൾക്കൊരു വിശ്വാസം വരുന്നില്ല. ഇതൊക്കെ ഉള്ളതാണോ, അല്ലെങ്കിൽ എൻ്റെ തോന്നലാണോ, എന്താണ് സംഭവിക്കുന്നതെന്നുള്ള ഒരു വിശ്വാസം നിങ്ങൾക്കില്ല. അവനവൻ പോകുന്ന ജേണി ഏതാണോ അതിൽ പൂർണ്ണമായിട്ടും സറണ്ടർ ചെയ്ത് വിശ്വസിക്കുക എന്നുള്ളതാണ് ഇവിടെ വന്നിട്ടുള്ളത്. ആ സമയത്താണ് ശരിക്കും നമ്മളിൽ പലതും പ്രവർത്തിക്കുക. നമ്മൾ ഏത് ദേവതയെയാണോ വിശ്വസിക്കുന്നത്, അല്ലെ പ്രകൃതിയെയാണോ വിശ്വസിക്കുന്നത്, എന്ത് ശക്തിയെയാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്, ചിലർക്ക് എനർജി ആയിരിക്കാം, ചിലർക്ക് യൂണിവേഴ്സ് ആയിരിക്കാം, ചിലർക്ക് മതപരമായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ദേവതയായിരിക്കാം. അങ്ങനെ വിശ്വാസങ്ങൾ പല രീതിയിൽ വരുന്നുണ്ട്. അത് ഏത് ലാസ്റ്റ് പോകുന്നതെന്ന് വെച്ചാൽ ഒരൊറ്റ ഒന്നിലാണ്, വൺനെസ് എന്ന് പറയുന്ന ഒന്നിലാണ്. റൂട്ട് ഡിഫറെൻ്റ് ആണെങ്കിലും എല്ലാവരും എത്തിച്ചേരുന്നത് വൺനെസ്സിലാണ്. അപ്പോൾ അത് റൂട്ട് ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്വീകരിക്കാം. പക്ഷെ ആ സ്വീകരിക്കുന്നതിൽ നിങ്ങൾക്ക് വിശ്വാസവും വേണം, സറണ്ടറും വേണം. പൂർണ്ണമായിട്ടും സറണ്ടർ ചെയ്ത് കഴിയുമ്പോഴാണ് ആ ഒരു ശക്തിൻ്റെ പ്രവർത്തനം നമ്മളിലേക്ക് വരുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വിശ്വസിക്കുക എന്നുള്ള ഒരിത് വന്നിട്ടുണ്ട്. മ്യൂസിക് കേൾക്കുന്നത് നിങ്ങൾക്ക് നന്നായിരിക്കും. ചില മ്യൂസിക്കൊക്കെ നിങ്ങളെ ഹീൽ ചെയ്യുമെന്ന് കാണാൻ പറ്റുന്നുണ്ട്. അതായത് മ്യൂസിക്കിന് ഭയങ്കരമായിട്ടുള്ള ഹീലിംഗ് പവർ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മ്യൂസിക് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലെ ഇന്നർ ചൈൽഡ്, നിങ്ങളുടെ ഉള്ളിലെ ഷാഡോ സെൽഫ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ആ ഷാഡോ സെൽഫ് നിങ്ങൾക്ക് ഹീൽ ചെയ്യാൻ പറ്റുമെന്ന് കാണിക്കുന്നുണ്ട്. മ്യൂസിക്കുമായിട്ട് നിങ്ങൾക്ക് നല്ലൊരു ഒരു കണക്ഷൻ കാണുന്നുണ്ട്. മ്യൂസിക് കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിലും അല്ലെങ്കിലും നിങ്ങളെ മ്യൂസിക് വല്ലാതെ ഹീൽ ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അതായത് നിങ്ങൾക്ക് ഷാഡോ സെൽഫ് പുറത്ത് വരാനുണ്ട്, ഇതുവരെയും വരാത്തവരുണ്ട്. ആ ഷാഡോ സെൽഫ് എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അത് ഹീൽ ചെയ്യണം. അത് ഹീൽ ചെയ്യാനുള്ള ഒരു വഴി ഇവിടെ വന്നിരിക്കുന്നത് മ്യൂസിക്കാണ്. അപ്പോൾ മ്യൂസിക്കിലൂടെ നല്ല രീതിയിൽ വരും എന്നുള്ളൊരു ഇത് കാണാൻ പറ്റുന്നുണ്ട്. പലരും ഇവിടെ വെയിറ്റിംഗ് എനർജിയിലാണുള്ളത്. വെയിറ്റിംഗ് എനർജി നിങ്ങൾക്ക് നല്ലതല്ല. കാരണം നിങ്ങളിലേക്ക് വരുന്ന നല്ല കാര്യങ്ങളും കൂടി അവിടെ ബ്ലോക്ക് ആവുന്ന ഒരിത് വന്നിട്ടുണ്ട്. ഓവറോൾ എനർജി തന്നെ ബ്ലോക്കിംഗ് എനർജിയാണ് വന്നിട്ടുള്ളത്. മീൻസ് നിങ്ങൾ പല കാര്യങ്ങളും കരിയർ വൈസ് ആണെങ്കിലും ഏത് ഏരിയയിലാണെങ്കിലും നിങ്ങൾ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടാവാം. ബട്ട് അതിൻ്റെ ഒന്നും റിസൾട്ട് നിങ്ങൾക്ക് വന്നില്ല. വരാത്ത ആ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്ത് അതവിടെ സ്റ്റോപ്പ് ചെയ്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരെ കാണുന്നുണ്ട്. നിങ്ങളത് കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണ് കാണിക്കുന്നത്. കാരണം അതിൻ്റെ റിസൾട്ട് വരേണ്ട സമയമായില്ല. അതിനൊരു ഡിവൈൻ ടൈം ഉണ്ട്. ആ സമയത്താണ് അതിൻ്റെ റിസൾട്ട് വരിക. അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവരുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെ ചെയ്യുന്ന ഒരു ബ്ലോക്കിംഗ് എനർജിയാണ്. അപ്പോൾ ആ ബ്ലോക്കിംഗ് എനർജി അവിടെ നിന്ന് മാറണമെന്നുണ്ടെങ്കിൽ ഈ വെയിറ്റിംഗ് എനർജി അവിടെ നിന്ന് മാറ്റുക. നീഡിയായി നിൽക്കുന്ന ആ ഒരു ക്യാരക്ടറും കൂടി മാറ്റുക. ഇവിടെ ഓവറോൾ അത് വന്നിരിക്കുന്നത് കൊണ്ടാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. എന്തെങ്കിലും സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഇതുവരെ ചെയ്ത് പോയ കാര്യങ്ങളിൽ എന്തെങ്കിലും സ്റ്റോപ്പ് ചെയ്ത് റിസൾട്ടിന് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യണം എന്നുള്ളൊരു മെസ്സേജ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റീഡിങ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.